KTU 2019 സ്കീം EC-S7 മൈക്രോവേവ് ആൻഡ് ആൻറ്റിന മൊഡ്യൂൾ 5ൻ്റെ തിയറിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് ഫെറൈറ്റ്സ്. ഫെറൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെറൈറ്റ്സ് എന്ന് പറയുന്നത്. ഫെറൈറ്റ്സ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഐസൊലേറ്ററിലും ഫേസ് ഷിഫ്റ്റേഴ്സിലും മോഡുലേറ്റേഴ്സിലും അതല്ലെങ്കിൽ സ്വിച്ചസിലൊക്കെ ആയിരിക്കും കേട്ടോ. അതിൽ ഫസ്റ്റ് ആണ് ഐസൊലേറ്റർ. ഐസൊലേറ്റർ എന്ന് പറഞ്ഞൊരു 2 പോർട്ട് നെറ്റ്വർക്കാണ്. ഫെറൈറ്റ്സ് ആയിരിക്കും നമ്മൾ ഐസൊലേറ്ററിനുള്ളിൽ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിനിമം അറ്റുനേഷൻ ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് മാക്സിമം അറ്റുനേഷൻ ഇൻ അതർ ഡയറക്ഷൻ ആണ്. അതായത് ആ ഫിഗറിൽ നോക്കി 2 റെസിസ്റ്റീവ് കാർഡ്സ് ആണ് ഉള്ളത്. പോർട്ട് 1ഉം പോർട്ട് 2 ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കമ്പോണൻ്റ് ആണ് ഫെറൈറ്റ്. 45 ഡിഗ്രി ഷിഫ്റ്റ് ഫെറൈറ്റ് ആണ് നമ്മളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോർട്ട് 1ൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 90 ഫേസ് ഷിഫ്റ്റിലായിരിക്കും നമുക്ക് പോർട്ട് 2ൽ കിട്ടുന്നത്. അതായത് ഇവിടെയുള്ള ബെൻഡിങ് ഓൾറെഡി എന്താണ് 45 ഡിഗ്രി ട്വിസ്റ്റ് ആണ്. ദെൻ ഫെറൈറ്റ് എത്ര ഡിഗ്രി ഷിഫ്റ്റ് ചെയ്യും 45. അപ്പോൾ 45 + 45 90 ഷിഫ്റ്റിലാണ് നമുക്ക് എവിടെ കിട്ടുക പോർട്ട് 2ൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷേ നമ്മൾ പോർട്ട് 2ലാണ് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നതെങ്കിൽ പോർട്ട് 1ലേക്ക് വരുമ്പോൾ അത് 0 ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും. അതായത് തിരിച്ചു വരുമ്പോൾ 45 - 45 ദെൻ ട്വിസ്റ്റിൻ്റെ ഒരു 45. അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസലായിട്ട് 0 വരും. അപ്പോൾ പോർട്ട് 1ൽ കൊടുക്കുന്ന സിഗ്നൽ നമ്മൾ പാരലായിട്ടാണ് കൊടുക്കണമെങ്കിൽ പോർട്ട് 2ൽ അത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ പോർട്ട് 2ൽ സിഗ്നൽ നമ്മൾ പാരലായിട്ട് കൊടുക്കുകയാണെങ്കിൽ പോർട്ട് 1ൽ അതിങ്ങനെ തന്നെ പാരലായിട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇതാണ് ഐസൊലേറ്റർ. നെക്സ്റ്റ് ടോപ്പിക്കാണ് സർക്കുലേറ്റർ. സർക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപോർട്ട് ഡിവൈസ് ആണ് കേട്ടോ. ഇതിലൊരു 4 പോർട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പോർട്ട് 1ലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ അതിന് ഔട്ട്പുട്ട് കിട്ടുന്നത് ഫ്രം പോർട്ട് 2ലായിരിക്കും. പോർട്ട് 2ൽ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട് 3ൽ, പോർട്ട് 3ലാണ് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ പോർട്ട് 4ൽ. അതായത് ജനറലി പറയുകയാണെങ്കിൽ പോർട്ട് എന്നിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ N+1ലായിരിക്കും എന്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് കൊടുക്കുന്ന സിഗ്നലിനെ ഒരേ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് സർക്കുലേറ്റർ. അപ്പോൾ മൈക്രോവേവ് സിഗ്നൽസ് നമുക്ക് തൊട്ടടുത്ത പോർട്ടിലേക്ക് മാക്സിമം പവറിൽ എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും, സർക്കുലേറ്റേഴ്സിനെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സർക്കുലേറ്ററിൻ്റെ എസ് മെട്രിക്സ് ആണ് നമ്മൾ താഴെ എഴുതിയിട്ടുള്ളത് കേട്ടോ, അതടക്കം പഠിക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് ഫേസ് ഷിഫ്റ്റർ അഥവാ ഗൈറേറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഐസൊലേറ്റർ പോലെ തന്നെ വരയ്ക്കുന്ന ഒരാളാണ് ഫേസ് ഷിഫ്റ്റർ. അപ്പോൾ ഇതിൽ കണ്ടോ നമ്മളവിടെ ഫെറൈറ്റ് റോഡാണ് യൂസ് ചെയ്യുന്നത്. അത് 90 ഫേസ് ഷിഫ്റ്റുള്ള ഫെറൈറ്റ് റോഡായിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോർട്ട് 1ൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ട്വിസ്റ്റിൻ്റെ 90 ഡിഗ്രി പ്ലസ് ഫെറൈറ്റിന് 90, അപ്പോൾ 180 ഔട്ട് ഓഫ് ഫേസിലായിരിക്കും നമുക്ക് അവിടെ കിട്ടുക. പോർട്ട് 2ൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. പോർട്ട് 2ൽ ഇൻപുട്ട് ചെയ്യുന്ന സിഗ്നൽ ആണെങ്കിലോ 0 ഫേസിലായിരിക്കും പോർട്ട് 1ൽ വരുന്നത്. ഇതാണ് ഗൈറേറ്റർ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗൺ ഡയോഡ്. ഗൺ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N ടൈപ്പ് മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് ഗൺ ഡയോഡ്. അതായത് ഇലക്ട്രോൺസ് ആയിരിക്കും എപ്പോഴും മെജോറിറ്റി കെരിയേഴ്സ്. ഗൺ ഡയോഡ് എന്ന് പറഞ്ഞാൽ TED ഡിവൈസ് ആണ്. അതായത് ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസസ് ആണ്. ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ജംഗ്ഷൻസോ ഗേറ്റുകളൊന്നും ഉണ്ടായിരിക്കില്ല. മാത്രമല്ല മാക്സിമം എനർജി എപ്പോഴും തെർമൽ എനർജിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ഗൺ ഡയോഡ് വർക്ക് ചെയ്യുന്നത് ഗൺ എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഗൺ എഫക്റ്റ് എന്താണെന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഒരു സെർട്ടൺ ലിമിറ്റിനെ എക്സീഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കറണ്ടിൽ ഒരു പീരിയോഡിക് ഫ്ലക്ച്വേഷൻസ് എക്സിബിറ്റ് ചെയ്യും. ഈ പ്രോപ്പർട്ടി നമ്മൾ പറയുന്ന പേരാണ് ഗൺ എഫക്റ്റ്. ഈ ഗൺ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തിയറിയാണ് ടു വാലി തിയറി. ഇത് നമ്മൾ RWH തിയറി എന്നും പറയും. അപ്പോൾ അതാണ് ഇനി നെക്സ്റ്റ് എന്താണെന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഒരു സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അവിടെ വാലൻസ് ബാൻഡ് ഉണ്ടായിരിക്കും, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടായിരിക്കും. അവർ തമ്മിലുള്ള ഗ്യാപ്പിനാണ് നമ്മൾ ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ നമ്മൾ ഡയോഡ്സ് സെമി കണ്ടക്ടേഴ്സ് എടുക്കുമ്പോൾ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ഗൺ ഡയോഡിൽ വരുമ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ തന്നെ 2 വാല്യൂസ് ഉണ്ടായിരിക്കും, ഒരു ലോവർ വാല്യൂം ഒരു അപ്പർ വാല്യൂം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഇലക്ട്രോൺസ് ഫുൾ എവിടെയായിരിക്കും, വാലൻസ് ബാൻഡിലായിരിക്കും. വാലൻസ് ബാൻഡിൽ നമ്മൾ എക്സ്ട്രാ എനർജി കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിലേക്ക്. കണ്ടക്ഷൻ ബാൻഡിൽ തന്നെ ലോവർ വാല്യൂയിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ലോവർ വാല്യൂവിൻ്റെ പ്രത്യേകത അവിടെ മൊബിലിറ്റി കൂടുതലാണ് കമ്പയർഡ് ടു അപ്പർ വാല്യൂ. അപ്പോൾ അപ്പർ വാല്യൂയിലേക്ക് എത്തുമ്പോൾ മൊബിലിറ്റി ഓൾറെഡി ഉണ്ടാവും, കുറയും. അപ്പോൾ ഇനീഷ്യലി ഇലക്ട്രോൺസ് ലോവർ വാല്യൂയിലേക്ക് പോകും, അപ്പോൾ അതിൻ്റെ മൊബിലിറ്റി കൂടും. നമ്മൾ വീണ്ടും എനർജി കൊടുക്കുമ്പോൾ അത് എങ്ങോട്ടേക്ക് പോകും, അപ്പർ വാല്യൂയിലേക്ക്. അപ്പർ വാല്യൂയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മൊബിലിറ്റി ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, റെഡ്യൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ ടു വാല്യൂ തിയറം എന്ന് പറയുന്നത്. നമ്മളവിടെ എഴുതിയിട്ടുള്ളത് കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ്. ലോവർ വാല്യൂവിലെ കറണ്ട് ഡെൻസിറ്റി ആണ് J = Q × N μ E. ലോവർ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ സഫിക്സ് അല്ല സെയിം തന്നെ. അപ്പർ വാല്യൂ വരുമ്പോൾ സഫിക്സ് എന്ത് കൊടുക്കണം, U കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്രൈറ്റീരിയ ടു എക്സിബിറ്റ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ΔE, അതായത് എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ തെർമൽ എനർജി ആയിരിക്കണം. അതാണ് KT. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ΔE എപ്പോഴും ലെസ് ദാൻ എന്തായിരിക്കണം, എനർജി ഗ്യാപ്പ് EG ആയിരിക്കണം. ഈ ΔE എന്ന് പറയുന്നത് ലോവർ വാല്യൂ അപ്പർ വാല്യൂ തമ്മിലുള്ള എനർജി ഡിഫറൻസിനാണ് ΔE എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഫിഗറിൽ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ KTയും ലെസ് ദാൻ EGയും ആയിരിക്കണം.
തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലോവർ വാല്യൂവിൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഹൈ മൊബിലിറ്റിയും അപ്പർ വാല്യൂവിൽ ഇലക്ട്രോൺസ് എന്തായിരിക്കും ലോ മൊബിലിറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 ക്രൈറ്റീരിയാസ് കേട്ടോ, നെഗറ്റീവ് റെസിസ്റ്റൻസിന് എക്സിബിറ്റ് ചെയ്യാനുള്ള കുറച്ച് ക്രൈറ്റീരിയാസ്. നെക്സ്റ്റ് ടോപ്പിക്ക് മോഡ്സ് ഓഫ് ഗൺ ഡയോഡ് ആണ് കേട്ടോ. ഗൺ ഡയോഡിൽ 4 മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രാൻസിറ്റ് ടൈം ഡൊമൈൻ മോഡ്. FL അപ്രോക്സിമേറ്റ് ഈക്വൽ ടു 10⁻⁷ റേഞ്ച് വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ ട്രാൻസിറ്റ് ടൈം ഡൊമൈൻ മോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗേഴ്സ് നമ്മൾ റൈറ്റിൽ വരച്ചിട്ടുണ്ട്. ഫിഗേഴ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മോഡിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ τ0 ഈക്വൽ ടു എന്തായിരിക്കണം, τt ആയിരിക്കണം. τ0 എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ്റെ ടൈം പീരീഡും τt എന്ന് പറയുന്നത് ട്രാൻസിറ്റ് ടൈമാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഇത്രേ ഉള്ളൂ. ഓസിലേഷൻ്റെ ടൈം പീരീഡും ട്രാൻസിറ്റ് ടൈമും ഈക്വൽ ആണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസിറ്റ് ടൈം ഡൊമൈൻ എന്ന് പറയുന്നത്. ഫിഗറിൽ നോക്കി അതൊരു DC ബയാസ് ഉണ്ടായിരിക്കും. ETH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രഷോൾഡ് എനർജി, ES എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ അല്ലെങ്കിൽ മിനിമം ഇലക്ട്രിക് ഫീൽഡിനാണ് നമ്മൾ ES വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് മോഡാണ് ഡിലേഡ് ഡൊമൈൻ മോഡ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത τ0 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, ട്രാൻസിറ്റ് ടൈം τt ആയിരിക്കും. ദെൻ അതിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് 10⁻⁶ ലെസ് ദാൻ FL ലെസ് ദാൻ 10⁻⁷ റേഞ്ച് വരുന്ന ആൾക്കാരാണ് ഡിലേഡ് മോഡ്. തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ τ0 എന്ന് പറയുന്നത് ലെസ് ദാൻ τt ആയിരിക്കും കേട്ടോ. അത് FL ഗ്രേറ്റർ ദാൻ 2 × 10⁻⁷ റേഞ്ച് വരുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ കണ്ടോ ഫ്രീക്വൻസി കുറവായിരിക്കും. ഈ കൊഞ്ചഡ് ഡൊമൈൻ മോഡിൻ്റെ 3 ടൈംസ് നമ്മൾ പറയുന്നതാണ് ലിമിറ്റഡ് സ്പേസ് ചാർജ് അക്യുമുലേഷൻ മോഡ്. അതാണ് ലാസ്റ്റ് വൺ. അപ്പോൾ അതിലുണ്ടോ τ0 ലെസ് ദാൻ τt ആണ്. മാത്രമല്ല കൊഞ്ചഡ് ഡൊമൈൻ മോഡിൻ്റെ 3 ടൈംസ് ആണ്. അതായത് 3 വേവ്സ് ആണ് നമ്മളവിടെ, അല്ലെങ്കിൽ 3 ഫ്രീക്വൻസിയാണ് നമ്മളവിടെ പ്ലോട്ട് ചെയ്തിട്ട്. ഇതാണ് 4 മോഡ്സ് ഗൺ ഡയോഡിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ആംപ്ലിഫയേഴ്സ് യൂസിങ് മെസ്ഫെറ്റ്. മെസ്ഫെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്ഫെറ്റിൻ്റെ സെയിം വർക്കിംഗ് തന്നെയാണ്. ഇത് മോസ്ഫെറ്റ് പോലെ തന്നെ യൂസ് ചെയ്യുന്ന ആളാണ് മെസ്ഫെറ്റ്. ഒരൊറ്റ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്ഫെറ്റിൽ നമ്മൾ നോർമലി PN ജംഗ്ഷൻ ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം മെസ്ഫെറ്റിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, ഷോർട്ട് കീ ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷോർട്ട് കീ ജംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഫെറ്റുകൾ നമ്മൾ പറയുന്ന പേരാണ് മെസ്ഫെറ്റ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും പിന്നെ ക്യാരിയാണ് കാണിച്ചിട്ടുള്ളത്. ഡ്രെയിൻ കറണ്ട് വേഴ്സസ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിൻ്റെ ക്യാരി. പിന്നെ അപ്പുറത്ത് നമ്മൾ അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.